ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പൊ ഞാൻ കണ്ടു നിങ്ങളുടെ എംപ്ലോയേഴ്സിന്റെ ഒരു റാം വാക്കും ഒരു ഫാഷൻ വാക്കും അവരുടെ ഒരു സെലിബ്രേഷൻ ഒക്കെ. അപ്പൊ എന്താ അങ്ങനെ ഒരു തോട്ടിനുള്ള കാരണം? അത് നമ്മൾ ആക്ച്വലി ആനിവേഴ്സറി ടൈമിൽ ചെയ്തത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആനിവേഴ്സറി നമ്മൾ വീവേഴ്സിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് ഇയർ ആണെങ്കിൽ അതിന് മുന്നത്തെ ഇയർ ആണെങ്കിൽ ഡിഫറെൻറ്റ് വീവേഴ്സ് സൊസൈറ്റീസ് ആയിരുന്നു. അപ്പം ഇപ്പം ലാസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഗെയിംസ് ആക്കി കുറച്ച് അവരെ ഒരു ഡേ ആയിട്ടാണ് നമ്മൾ കൂടുതൽ അതിനെ കൺസിഡർ. നമ്മളെ ഡേനെക്കാട്ടിലും അവർക്കൊരു എൻജോയ് ചെയ്യാനുള്ള ഡേ. അപ്പൊ നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരെല്ലാം ലൈക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് നമ്മളെക്കാട്ടിലും ഫാഷൻ ഷോ എന്ന് പറഞ്ഞ ഇവരാരും വരുന്നത്. ഫാഷൻ ഷോ എന്ന് പറയുമ്പോഴേക്ക് കുറെ ആൾക്കാർ കൈവെക്കുന്നു, എല്ലാരും വരുന്നു, ഞാൻ എന്തായിട്ടുണ്ട് ചോദിക്കുന്നു. നമ്മൾ ആക്ച്വലി കുറച്ച് ഡ്രസ്സേ കൊണ്ടുപോയിട്ടുണ്ടായില്ല, നമുക്കറിയില്ല ഇവരെങ്ങനെ അത് എടുക്കാന്ന്. അവിടെ പോയി നോക്കുമ്പോ എല്ലാരും ഉണ്ട് കൈ പോക്ക്. ലാസ്റ്റ് അവര് കുറച്ച് നമ്മള് ഷർട്ട്സ് ഒക്കെ വെച്ച് സ്റ്റൈലൊക്കെ ചെയ്ത് നമ്മള് സാരീസും ഷർട്ട്സ് ഒക്കെ ഇപ്പൊ അതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഫ്യൂഷൻ ടൈപ്പിലൊക്കെ ചെയ്ത് അവരാണെങ്കിൽ നല്ല കിടിലനായിട്ട് ബേസിക്കലി അവരെ സന്തോഷം. ഇപ്പൊ അവരും ഭയങ്കര ഹാപ്പിയാ നമ്മളെ കാണും. ഇനി ഇപ്പൊ അടുത്ത പരിപാടി ഒരു കൊല്ലം ഇനി വരുന്നില്ല എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ലാസ്റ്റ് നമ്മള് കണ്ടപ്പോ എപ്പോഴാ പരിപാടി, നമ്മളൊക്കെ റെഡിയാന്നിട്ടോ. അപ്പോ ആൻഡ് ഓൾസോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് അല്ലേ, നമ്മളെ ടേക്ക് കെയർ ചെയ്ത് നമ്മളുടെ എംപ്ലോയീസിനെ വി ആർ ഓൾസോ ടേക്ക് കെയർ ഓഫ് ദം. അപ്പോൾ ദാറ്റ് ഈസ് റിയലി നൈസ് തോട്ട്. അപ്പോൾ ഇത് മൂവിംഗ് ഓൺ, നമ്മളിപ്പം യങ് ജനറേഷൻ ഇസ് ഓൾവേസ് ബിഹൈൻഡ് ഫാസ്റ്റ് ഫാഷൻ. എനിക്ക് ക്വിക്കായിട്ട് നാളെ സ്റ്റൈലിഷ് ആയിട്ട് പോകണം മീൻസ് അങ്ങനെ ഐ നീഡ് വെറൈറ്റി. പക്ഷെ ഒരു ഹാൻഡ്ലൂമിന്റെ കാര്യത്തിൽ ഇറ്റ്സ് മോർ ഓഫ് ഒരു സസ്റ്റൈനബിലിറ്റി ആണ്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇതിന്റെ ഒരു ഷെൽഫ് ലൈഫ് ഇസ് റിയലി ഗുഡ് അല്ലേ. എനിക്ക് കാലകാലം മേ ബി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ഖാദി ഒരു ഷർട്ട് എനിക്ക് ഐ തിങ്ക് ഒരു 5-6 വർഷം പ്ലസ് അല്ലേ, പ്ലസ് മേ ബി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഫോർ എ ലൈഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആൻഡ് ഈവൻ ഐ ക്യാൻ ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. എന്നാലും നമ്മുടെ ഫാബ്രിക്കിന് ഒന്നും പറ്റത്തില്ല. പക്ഷെ അത് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഇസ് നോട്ട് ടേക്കിംഗ് ദാറ്റ് ഇൻ കൺസിഡറേഷൻ. നമുക്ക് എപ്പോഴും ഫാസ്റ്റ് ചേഞ്ച് ഫാസ്റ്റ് ഫാഷൻ ആണ് വേണ്ടത്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അത് ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് ഫോക്കസ്ഡ് ആയിട്ട് വരുന്നോണ്ടാണ് കൂടുതലും പിള്ളേർ അതിന്റെ ബാക്കിൽ പോകുന്നത്. അതായത് പുതിയത് വേണം, പിന്നെ ചീപ്പർ റേറ്റ്സിൽ സാധനം കിട്ടുമ്പോൾ ഓബ്വിയസ്ലി ഓക്കെ നമുക്ക് ഇത്ര പൈസക്ക് സാധനം കിട്ടുന്നുണ്ട്, വാങ്ങിച്ചിടുന്നതിൽ ലൈക്ക് യൂസ് ആൻഡ് ത്രൂ വൺ ടൈം ഇട്ടു അല്ലെങ്കിൽ ട്വൈസ് ഓർ ത്രൈസ് ഇട്ട് കളയുന്നു, അത്രയല്ലേ പ്രൈസ് വരുന്നുള്ളൂ എന്നുള്ള ഒരു തോട്ടലാണ് അവരെ കൂടുതൽ കൺസ്യൂമറിസം കാരണമാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ബാക്കിലുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇത് എത്രത്തോളം നമ്മൾ ബോഡിക്കും അറ്റ് ദ സെയിം ടൈം എൻവയൺമെന്റിലും ഈക്വലി ഹാംഫുൾ ആണെന്നുള്ളതും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഫാബ്രിക് പോളിയസ്റ്റർ അതൊക്കെ മിക്സ് ആയ ഫാബ്രിക് വാഷ് ചെയ്യുമ്പം ഇതൊന്ന് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം അത് ഒബ്വിയസ്ലി പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം എൻവയൺമെന്റ് വാട്ടർ ബോഡീസിലേക്ക് പോകും. ബാക്കി അതൊരു സൈക്കിൾ ആണല്ലോ, അത് എല്ലാ ചെയിനായിട്ട് എല്ലാത്തിനും എഫക്റ്റ് ആവും. അപ്പം അത് റിവേഴ്സ് ഇതിൽ നമ്മളത് കൺസ്യൂമും ചെയ്യും. അപ്പം അതറിയാത്തോണ്ടാണ് ബേസിക്കലി ഇത്. പിന്നെ ചീപ്പർ റേറ്റിൽ കിട്ടുന്നോണ്ട് ഓക്കെ ഇത് വാങ്ങിക്കാൻ കളയാം. പക്ഷെ ഈ ഒരു സസ്റ്റൈനബിൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ മാറി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും കുറെ ആൾക്കാർക്ക് അറിയാം എന്താ ഇപ്പൊ നമ്മൾ ഇത് ഹാൻഡ്ലൂം ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മള് കാർബൺ ഫുട് പ്രിന്റ് കുറവാ അങ്ങനെല്ലാം പറയുമ്പോഴത്തേക്കും ഓക്കെ അവർക്ക് ചില ആൾക്കാർക്ക് ഒക്കെ ഹാൻഡ് വോവൺ അപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്തായാലും വാങ്ങിക്കണം, പിന്നെ ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഇപ്പൊ കോൺഷ്യസ് അവയർനെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതന്നെ കോസ്റ്റ് പിന്നെ യങ്ങർ ഇത് നമ്മൾ ഏർണിംഗ് അല്ലല്ലോ. അപ്പം ഒബ്വിയസ്ലി സസ്റ്റൈനബിലിറ്റി കംസ് വിത്ത്